ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. The mighty name of the Lord be praised. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്നിച്ചു കൂടാൻ ഏകദേശം ഒരു വർഷം അടുത്താകുകയാണ്. അങ്ങനെ 10 മാസത്തിന് ശേഷം ഒന്നിച്ചു കൂടാൻ ദൈവം വഴിയൊരുക്കിയതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. Let us shout a hallelujah to the Lord who has given this opportunity to gather together after around 10 months. കഴിഞ്ഞ ആഴ്ച വരെ സ്റ്റുഡിയോയിൽ നിന്നുള്ള ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. Until last week we were viewing or we were participating in the live from the studio in Kottayam. ഇന്ന് കോട്ടയത്ത് നമ്മൾ സാധാരണ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. But right now we have gathered in our regular worship place in Kottayam itself. ഈ സ്ഥലത്ത് നിന്ന് ലോകമെങ്ങും ലൈവായി കാണുന്നവർക്കും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. We greet each and everyone who is watching us live from different parts of the world right now. കർത്താവിന്റെ ദാസൻ തങ്കു ബ്രദറിന്റെ പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. I also greet you all in the name I also greet you all on behalf of Tangu brother. ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ സഭായോഗം പല ഭാഷകളിലുള്ളവർ പല രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു നിലയിൽ കഴിഞ്ഞ 10 മാസം കൊണ്ട് മാറി. In the last 10 months the Lord has transformed us in taking our messages to different languages and in different parts of the world. വാസ്തവത്തിൽ നമ്മളുടെ മീറ്റിംഗ് ഒതുങ്ങുകയല്ല, വിശാലപ്പെടുകയാണ് ചെയ്തത്. In reality our meetings were not restricted but it has expanded. ഒരു കാര്യം നമ്മൾ കാണുന്ന രീതിയിലാണ് മാറ്റം വരിക്കുന്നത്. But difference lies in the way we look at things. ആത്മാവിലായി ഒരു കാര്യത്തെ കാണുമ്പോൾ വേറൊരു നിലയിലാണത് മാറുക. When someone in the spirit when he looks at something he sees it at altogether a different level. ഈ പ്രതിസന്ധി കോവിഡ് പ്രതിസന്ധി എന്ന് ലോകം വിളിച്ചപ്പോൾ, when the world called this as the pandemic called COVID, നമ്മൾ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ എക്സലൻസ് വെളിപ്പെടുന്ന സമയം, we called it the year of the excellence of our Lord. എന്ത് എക്സലൻസ് കഴിഞ്ഞ വർഷം വെളിപ്പെട്ടോ, what excellence had been revealed last year, ഈ വർഷം അതിന്റെ എൻലാർജ്മെന്റ് നടക്കാൻ പോകുന്നു. this year we are continuing in the excellence and into the enlargement. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നതും നന്മയ്ക്കാ. For those who were predestined, who love God, all things work together for good. That means whatever is happening right now is working for good. എന്റെ സാഹചര്യം എനിക്ക് എങ്ങനെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെ. I decide how my circumstances should turn out to be. അതായിരിക്കും തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം. That is what the message which we are going to hear right Year now. of enlargement എന്ന് പറഞ്ഞാൽ ഞാനാണ് അത് enlarge ആക്കാൻ പോകുന്നത്. Year of enlargement means I am going to decide to make it enlarged or not. എനിക്കൊരു ദൂത് കിട്ടി. I have received a message. എനിക്കൊരു വിത്ത് കിട്ടി. I have received a seed. തങ്കു ബ്രദർ പറയുന്ന പോലെ വിത്ത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. As Tangu brother says, if you place the seed safely in your house it won't bear any fruit. എന്നാൽ ആ വചനമാകുന്ന വിത്ത് ഞാൻ എടുത്ത് ഇടേണ്ടിടത്ത് ഇട്ടാൽ, but if you receive the word and the seed and you sow it in the right place, ഹൃദയത്തിൽ ഇട്ടാൽ, if you sow it in a good heart, വീണ്ടും മറ്റു വചനങ്ങളാകുന്ന വെള്ളം അതിന്മേൽ ഒഴിച്ചാൽ, and if you pour a good seed over the water on that seed, അത് ബലം കായ്ച്ചു വരും. it is going to become more and more fruitful in the coming days. ഡിസംബർ 31 രാത്രിയിൽ നമുക്കൊരു വിത്താണ് കിട്ടിയിരിക്കുന്നത്. On December 31st we received a seed. നമുക്ക് വേണേ പറയാം എല്ലാ കൊല്ലവും തങ്കു ബ്രദർ ഇങ്ങനെ ഓരോന്ന് പറയുമെന്ന് പറയാം. Or we can choose to say every year Tangu brother says different messages like this. ചിലരത് പിടിച്ചെടുത്തോണ്ട് പോകും. A few of them receive that and they move with അവര് it, നല്ല നിലത്ത് വിതയ്ക്കും, and they sow it on good ground, അതിന്മേൽ വെള്ളം ഒഴിക്കും, and they water that seed. മാത്രമല്ല അവിടെ വളരാവുന്ന കളകളൊക്കെ പറിച്ചു കളയും. And not only that, all the weeds and everything around it they pluck it away. ഇപ്പോൾ യോഗമില്ലെങ്കിലും കളയ്ക്ക് ഒരു കുറവുമില്ല. Even if the fellowship is not happening, still there are a lot of unwanted things taking place. യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴി ഒക്കെ കളകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. Through YouTube, through Facebook, all the weeds are getting circulated or they are getting gathered around the seed. നല്ല ഒരു കർഷകൻ കളയും കൂടെ പറിക്കണം. A good farmer, he plucks out the weed, മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം, and he pushes in the soil in the right. ഹൃദയം കട്ടി പിടിക്കരുതെന്ന് ചുരുക്കം. That let not your heart be hardened. അതൊക്കെ ഇളക്കിയിടണം. Your heart should be fertile enough. വേണ്ടാത്ത വാക്കുകൾ, കുറ്റം പറച്ചിൽ, ഈ കളയൊക്കെ ഒന്ന് പറിച്ചു കളയണം. All the unwanted words, unwanted things, everything, you should pluck out those weeds. പിന്നെയും വചനമാകുന്ന വെള്ളവും വളവും അതിനിടണം. Again and again you should pour the word of God, which is the water for that seed. ഈ വർഷം നിനക്ക് ലഭിച്ച സന്ദേശം നീ തന്നെ അതിനൊരു അത്ഭുതകരമായി മാറ്റും. This year the message which you have received, you are going to decide and make it into the year of enlargement. ഏറ്റവും വലിയ പ്രതിസന്ധികളായിട്ടും ഏറ്റവും വലിയ അത്ഭുതങ്ങളായി മാറുന്നത്. The
biggest challenges are going to become the biggest miracles on this earth. നിന്റെ വേദനകളുടെയും നിന്റെ കഷ്ടങ്ങളുടെയും നിന്റെ അനുഭവങ്ങളുടെയും ആഴം കൂടുതലാണെങ്കിൽ, If your pain, if your affliction, if your challenges are deep down and it has lot of depth, നിന്റെ ജീവിതത്തിന് മേൽ പണിയുന്ന ഗോപുരത്തിന്റെ പൊക്കവും that വലുതായിരിക്കും. means the tower which is going to come up in your life, it is going to be the tallest in this place. ഒരു നിലയെ പണിയാൻ താല്പര്യമുള്ളവർ അല്പം മാന്തിയിട്ട് കല്ലിട്ടാൽ മതി. If we are deciding just to build one floor, we can just lay a small foundation over എന്നാൽ there. ഒരു 100 നില കെട്ടിടമാണ് നിങ്ങൾ പണിയാൻ But പോകുന്നത്. if we want to build a 100-storied building, നിങ്ങൾ അനേകർക്ക് കാണുന്ന ഒരു സ്തംഭമായിട്ടാണ് മാറ്റാൻ പോകുന്നത്. if we want to build it as a tower for many to be ആ seen, അനുഭവങ്ങളൊക്കെ വരുമ്പോൾ വേദനപ്പെടരുത്. when those challenges come, you should not be troubled. ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, the depth is increasing more and more. അനുഭവങ്ങളുടെ ആഴത്തിലേക്ക് നീ പോകുമ്പോൾ And when the experience and challenges നിന്റെ become more deep, മുകളിലോട്ട് പണിയുന്ന പണിയും വലുതായിരിക്കും. the tower is also going to become the tallest. ചിലപ്പോൾ മറ്റു പലരുടെയും പണി പെട്ടെന്ന് തീർന്നു കാണും. Many others, their work might have finished faster. അന്നേരം നിന്റെ കുഴിക്കല് തീർന്നില്ലായിരിക്കും. Even at that time, the digging might not have stopped at your place, കാരണം അവരുടെ 2 നിലയെ പണിയാനുള്ളൂ. because they have received just 2-story നിനക്ക് place. കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. But you are digging more and more നിന്നെ deeper, മുകളിലോട്ട് ഉയർത്തി ഒരു ഉന്നത ഗോപുരമാക്കാൻ വേണ്ടിയാണ്. because you are going to be built the taller and taller and make you the tallest tower in the ഹെവൻലി place. ഫീസ്റ്റിനോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉണർവിന്റെ ഉന്നത ഗോപുരമായി ലോകമധ്യത്തിൽ നിർത്തുവാൻ. The word for heavenly feast is that heavenly feast is going to be the tower of revival in this world. ഈ കോവിഡ് കാലഘട്ടത്തെ നീ ഒരു അത്ഭുതമാക്കി മാറ്റണം. In these times of COVID, you are going to turn that into a miracle. നിന്റെ അനുഭവങ്ങളെ നീ ഒരു അത്ഭുതമാക്കി മാറ്റണം. You will change your experiences into miracles. നിന്റെ തടവറയെ നീ സ്തുതിയുടെ സ്ഥലമാക്കി മാറ്റണം. Your jail, you're going to turn that into a place of praise for the നിന്നെ Lord. നാട് കടത്തിയ സ്ഥലത്തെ സ്വർഗത്തിന്റെ വാതിലാക്കി നീ മാറ്റണം. The place where you were cast away, in that place itself, you're going to see heaven over there. അപകടം വന്ന നിന്റെ കപ്പലിനെ ക്രൂസൈഡിന്റെ തുടക്കമാക്കി മാറ്റണം. The same ship which was wrecked apart, the same ship is going to become a crusade place നീയാണ് അതിനെ for you. മാറ്റുന്നത്. You are going to change that over there. എങ്ങനെയാണ് മാറ്റുക? How are we going to change that? അതിനാണ് പരിശുദ്ധാത്മാവ്. That is why we have Holy Spirit. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം മലയാളത്തിലും വായിക്കണം ബ്രദർ, ഇംഗ്ലീഷിൽ വായിക്കാമെങ്കിൽ നല്ലതാണ്. Revelation chapter 1 verse 50, we are going to read the verse 1:9 onwards. 1:9 onwards. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. Praise the Lord. Revelation chapter 1 and verse 9 will be read in English. I, John, your brother and companion, with you in the tribulation and kingdom and patient endurance in Jesus Christ, was on the island called Patmos. അടുത്ത വാക്യം കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവശനായി മതി. I was in the spirit on the Lord's day. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. That is all. നീ praise the Lord. എവിടെയാണെന്നുള്ളതല്ല വിഷയം, നീ ആത്മാവിലാണോ എന്നുള്ളതാണ് വിഷയം. It does not matter where you are, what matters is whether you are in the spirit. നീ എവിടെയാണെന്നുള്ളതല്ല വിഷയം, നീ ആത്മാവിലായോ എന്നുള്ളതാണ് വിഷയം. It does not matter which place you are in, it matters whether you are in the spirit or ഏത് not. അനുഭവമാണെന്നുള്ളതല്ല വിഷയം, നീ ആത്മാവിലായോ എന്നുള്ളതാണ് വിഷയം. It does not matter what circumstances around you, what matters is, are you in the Holy Spirit? ഇവിടെ യോഹന്നാനെ നമുക്കറിയാം, ചരിത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാൻ അപ്പോസ്തലനെ സുവിശേഷം അറിയിച്ചതിനു വേണ്ടിയും കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞതിനു വേണ്ടിയും ഈജിയൻ കടലിടുക്കിലുള്ള പത്മോസ് എന്ന ദ്വീപിലേക്ക് റോമൻ കൈസർ നാട് കടത്തിയിരിക്കുക. We know that John, because he was a witness for the Lord and as he was sharing the gospel in various places, Roman Caesar decided him to jail him and put him into exile in the island called Patmos. ആ സമയത്ത് എഫെസോസ് എന്ന് പറഞ്ഞ സഭയിലെ മൂപ്പനായിരുന്നു താൻ. At that time, John was the elder in the church of Ephesus. ചില ആൾക്കാർ പറഞ്ഞ 10,000-കണക്കിന് ആൾക്കാർ എഫെസോസ് സഭയിൽ വർദ്ധിച്ചിരുന്നു. A few people note in this manner that tens of thousands of people had gathered and were increasing in the church at പൗലോസ് Ephesus. ഏകദേശം 3 വർഷം പ്രവർത്തിച്ച് വലിയ ഉണർവുണ്ടായ സഭയാണ്. Paul ministered for 3 years in Ephesus and there was a great revival in Ephesus. 12 പേരിൽ ആരംഭിച്ചതാണ്. It started with just 12 people. പക്ഷെ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നില്ല. But when they were filled with the Holy Spirit, എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് ശ്ലീഹ ചോദിച്ചു. Paul asked that after believing, did you receive the Holy Spirit? അവര് ആ പരിശുദ്ധാത്മാവിന്റെ വില മനസ്സിലാക്കി. The people at Ephesus understood the value of Holy Spirit. 2-3 പേരോട് പറഞ്ഞേ
പരിശുദ്ധാത്മാവിന്റെ വില മനസ്സിലാക്കണം. Turn to your neighbor and say, understand the value of Holy Spirit. അങ്ങനെ അവർക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണം. And they said, we need this Holy പൗലോസ് Spirit. കൈവച്ചപ്പോൾ അവരെല്ലാവരുടെ മേലും ആത്മാവ് വന്നു. And as Paul laid his hands, the Holy Spirit fell upon them. ആത്മാവ് വന്നോടെ പട്ടണത്തിന്റെ അവസ്ഥ മാറി. And when Holy Spirit entered the city's circumstance changed. പൗലോസ് സാധാരണ വന്നു പോയി പ്രസംഗിക്കത്തേ ഉള്ളൂ. Paul used to just come and preach in that city. ആത്മാവത്തെ ഒരു അപ്പോസ്തലനെ ആ ദേശത്ത് അറസ്റ്റ് ചെയ്ത് നിർത്തി. And the Holy Spirit arrested an apostle over there. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിനക്ക് വേണ്ടി ചില നന്മകളെ കർത്താവ് അറസ്റ്റ് ചെയ്ത് നിർത്തും. Holy Spirit is going to arrest few goodnesses for you who believe in the Holy ആ Spirit. ദൈവദാസൻ അവിടെ തന്നെ താമസിച്ചു. And that man of God lived in Ephesus. ഉണർവ് പൊട്ടി പുറപ്പെട്ടു. And the revival broke out over there. പ്രശ്നങ്ങളും അതിനെതിരെ വന്നു. There were a lot of challenges in that ഹെവൻലി place. ഫീസ്റ്റിനെ പോലെ തന്നെയാണ് എഫെസോസിലും ഉണ്ടായത്. Similar as in heavenly feast, it happened in Ephesus പക്ഷേ also. അതിന്റെ കൂടെ അത്ഭുതങ്ങളും പെരുകുവാൻ തുടങ്ങി. But along with that, miracles started അപ്പോസ്തല happening. പ്രവൃത്തികൾ 19 വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. If you read Acts chapter 19, you will understand the situation. ആഭിചാരം ചെയ്യുന്നവർ അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടിട്ട് കത്തിക്കാൻ തുടങ്ങി. All who were practicing witchcraft, they put out and laid down whatever they അവർ had. കത്തിക്കാൻ തുടങ്ങി. They started burning that out. വലിയ ഡോളർ കണക്കിന് വിലയുള്ള ആഭിചാര ഗ്രന്ഥങ്ങളെല്ലാം അവർ കത്തിച്ചു. Oh, witchcraft books worth a lot of value at that time, they burnt it down. വേണ്ടാത്ത ആചാരങ്ങളെല്ലാം വിട്ട് ജനം പൗലോസിന്റെ കൂടെ കൂടി. All unwanted rituals, they had left all that and they joined with Paul. എഫെസോസ് പട്ടണത്തിൽ മാത്രം ഒരൊറ്റ വാർത്തയെ കേൾക്കാനുള്ള ജീസസ് ജീസസ് ജീസസ്. In Ephesus, throughout the city, there was only one name being heard, and that was Jesus, Jesus, and ജീസസ് Jesus. ജീസസ് ജീസസ് ജീസസ്. And Jesus, Jesus, and Jesus in ആ Ephesus. പട്ടണത്തിലെ ആചാര മര്യാദക്കാർ ഇങ്ങനെ പറഞ്ഞു. And throughout the city, the people who were ruling at that time said in this manner, നമ്മൾ ഇത്രയും നാളും വിളിച്ചുകൊണ്ടിരുന്ന നാമങ്ങളെല്ലാം പോവാണ്. ഒറ്റ നാമം ഇവിടെ ഉയരുന്നു, യേശു യേശു യേശു. the witchcraft practitioners, they said all the names which we have taken till now are waste. There is only one name which is worthy of all praise, and that is Jesus, Jesus, and Jesus. സ്വർഗ്ഗവിരുന്നിലെ യേശുവിനെ അറിഞ്ഞ ദൈവമക്കൾ രണ്ട് കരം ഉയർത്തി പറഞ്ഞു ജീസസ് ജീസസ് ജീസസ്. All the children of God in heavenly feast who believe in Jesus, lift up your hands and say Jesus, Jesus, and ഈ Jesus. നാമം അവിടെ കേട്ടപ്പോൾ ദുരാത്മാക്കൾ ഓടാൻ തുടങ്ങി. Oh, when this name was heard over there, evil spirits fled from that place. മന്ത്രവാദികൾ മുട്ടുകുത്താൻ തുടങ്ങി. All those who practice witchcraft, they bowed down in front of this name. അവർ പൗലോസിനെതിരെ തിരിഞ്ഞു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. And they turned against Paul, and there were many problems in the city. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടി ആരെ ഇളക്കാൻ പിശാചിനോ അവന്റെ പണികൾക്കോ പറ്റിയില്ല. But whoever was standing for the Lord, Satan and his troops could not do anything against പിന്നീട് him. ബൈബിളിലില്ല, പക്ഷെ ചരിത്രം പറയുന്നത് തുടർന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ആ സഭയുടെ മൂപ്പനായി. It is not written in the Bible, but after that in history it is noted that John became the elder in the church of Ephesus. ഒരു മേഖല മുഴുവൻ ക്രിസ്തുവിൽ ആയി തീർന്നു. A region turned to Christ. ആ സമയത്താണ് റോമൻ കൈസർമാര് സഭയ്ക്കെതിരെ പീഡനം അഴിച്ചുവിട്ടത്. At that time, Roman Caesars, they planned and persecuted the church. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് യഹൂദന്മാരെ സഭയ്ക്കെതിരെ അഴിച്ചുവിട്ട പീഡനങ്ങളാണ്. In Acts of the Apostles, we see the Jews turned against the church. എന്നാൽ റോമൻ കൈസർമാർ അഴിച്ചുവിട്ട പീഡനങ്ങൾ വളരെ കാര്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. But in the Bible, the persecutions done by Roman Caesar are not noted in large ചരിത്രത്തിൽ number. നമുക്കറിയാം 10 റോമൻ കൈസർമാർ സഭയ്ക്കെതിരെ 10 പീഡനങ്ങൾ അഴിച്ചുവിട്ടു. In history, we see that 10 Roman Caesars, they put out or they planned 10 persecutions against the church. പൗലോസിനെ അവർ വാൾ കൊണ്ട് കൊന്നു. Or they killed, they murdered Paul. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. And they crucified Peter upside down. പൗലോസിനെ യോഹന്നാനെ എണ്ണയിൽ തിളച്ച എണ്ണയിലിട്ടു. They put John in a furnace of oil. അതായിരുന്നു റോമൻ കൈസർ സഭയ്ക്കെതിരെ തിരിഞ്ഞു. And that was what Roman Caesars who turned against the church did. നീറോ കൈസർ സഭയ്ക്കെതിരെ തിരിഞ്ഞ് റോമ നഗരം കത്തിച്ചിട്ട് ക്രിസ്ത്യാനികളാ അത് ചെയ്തതെന്ന് പറഞ്ഞു. Emperor Nero, he burned the Roman effigy and he said he put the blame on Christians. ലോകം കണ്ട മഹാന്മാര്, ലോകം കണ്ട വലിയ വലിയ സാമ്രാട്ടുകൾ ഈ നാമത്തിനെതിരെ തിരിഞ്ഞത് തകർന്നതല്ലാതെ ഈ നാമം ഇന്ന് വരെ തകർന്നിട്ടില്ല. The great emperors of this world who turned against the name of Jesus, they did not stand, but they had fallen down and the empire was destroyed. ഇതാണ് തലമുറകളെ കടന്ന്, യുഗങ്ങളെ കടന്ന്, സെഞ്ചുറികളെ കടന്ന് 2021 ഇന്ന് ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചാൽ പറയും ഞാൻ ആ യേശുവിനെ തൊട്ടതാ. But even after all these challenges throughout centuries, still this year in 2021, if you ask someone, they would say, I have seen the Lord Jesus ഇനി Christ. എത്രയും വേഗം യേശു രാജാതി രാജാവായി ഭൂമിയിൽ വരും. And
And Jesus will return as the King of Kings into this world. അവനെതിരെ നിന്ന സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു പോയി. And all the kingdoms and principalities who stood against him will fall down. വോൾട്ടയർ എന്ന് പറഞ്ഞ നിരീശ്വരവാദി പറഞ്ഞു ഇനി 100 വർഷം കഴിഞ്ഞാൽ ഈ പുസ്തകം ചവറ്റുകൊട്ടയിൽ തള്ളുമെന്ന് പറഞ്ഞു. An atheist called Voltaire said in this manner that after 100 years this book will be cast into the dustbin. അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഇന്നും കല്ലറയ്ക്കകത്ത് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ, അദ്ദേഹം താമസിച്ചിരുന്ന വീട് ആ രാജ്യത്തെ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി അവിടുത്തെ ബൈബിൾ സൊസൈറ്റിയുടെ കേന്ദ്രമായി മാറി. Voltaire's bones are rotten and in the soil right now, but the place where he was staying it was bought by the Bible Society and it turned into a praise area for the Lord. ഇതിനെതിരെ നിന്നതെല്ലാം തലകുത്തി വീണു ദൈവമക്കളെ. All those who stood against the word, they had fallen down. എന്റെ കർത്താവ് ആരെ ഉപദ്രവിച്ചില്ല. My Lord did not persecute anyone. റോമാക്കാരും യഹൂദന്മാരും ചേർന്നാണ് എന്റെ കർത്താവിനെ ക്രൂശിച്ചത്. Romans and Jews they together crucified the Lord. യഹൂദന്മാർ റോമൻ അധികാരിയോട് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേൽ തന്നേക്കാൻ പറഞ്ഞു. Jews said in this manner, let his blood come upon us. ഒടുവിൽ റോമാക്കാർ തന്നെ യഹൂദന്മാരെ ഓടിച്ചു. At the end Romans themselves drove out the Jews from that place. രാജ്യത്തെല്ലാം യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. And wherever they went the Jews were humiliated and persecuted in those areas. ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം യഹൂദന്മാരെ ആ തീച്ചൂളയിലിട്ട് ഗ്യാസ് ചേംബറിൽ കൊന്നു. Hitler himself he killed 6 million Jews and put them in gas chambers. യേശു പറഞ്ഞു ഇസ്രായേലേ യഹൂദനെ നിന്നെ ഒരു കോഴി ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ ഞാൻ മറയ്ക്കാമായിരുന്നു, പക്ഷെ നിനക്ക് എന്നെ വേണ്ടല്ലോ, നീ എന്നെ തള്ളിയല്ലോ. God said in this manner that Jews, I had guarded you all like a hen under its wings, but you had left me and gone away from me. എന്നാൽ ആ ചിറകടിയിലേക്ക് വന്ന ദൈവമക്കളെ നീ സുരക്ഷിതനാ. But you, the child of God who has come under the wings, you are safe in the Lord. നീ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. And no harm will come against you. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Shout hallelujah to the Lord. ദൈവമക്കൾക്ക് മരണത്തെ പേടിയില്ല. Children of God do not fear death. പക്ഷെ നമ്മൾ മാസ്ക് കെട്ടും. But we will wear the mask. കാരണം കർത്താവ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. Because Lord has given us understanding. അപ്പോൾ തന്നെ വചനം പറയുന്നു നിന്റെ ദൗത്യം തീരാതെ, ദൈവം നിന്നെ ഇവിടെ വിട്ട ദൗത്യം തീരാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല. At the same time the word of God says that the responsibility which the Lord has placed in you, the mandate until that is fulfilled in this world, not a hair of yours will be fallen down. അപ്പോൾ തന്നെ ഒരു ദൈവവേദന ഇപ്പോൾ മരിക്കാനും പേടിയില്ല. At the same time the children of God is not scared to live in this world. നമ്മുടെ ഒരു സഹോദരന് കോവിഡ് വന്നു. One of our brothers he was affected with COVID. അദ്ദേഹം കോവിഡ് വന്ന് ശ്വാസം മുട്ടലായി. And he was facing suffocation. He was suffering from suffocation due to COVID. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രയാസം എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു And his biggest question was, why am I suffering from COVID? എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ ദൈവവേദന എനിക്ക് കോവിഡ് വന്നത്? Oh, did I commit any mistake or because of that as a child of God I am now suffering from ഞാൻ COVID? ശുശ്രൂഷകനായിട്ട് എന്തുകൊണ്ട് ഇത് വന്നു? I am a minister of God and then why am I affected from കോവിഡ് COVID? വരുന്നവരെ മഹാഭാവികളായിട്ട് കാണുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. There is an attitude of looking at people who are affected with COVID as the biggest sinners on earth. ഈ ശുശ്രൂഷന് തോന്നാൻ തുടങ്ങി ഞാൻ കോവിഡ് വന്നത് എന്റെ കുഴപ്പം കൊണ്ടാണ്. And this minister started to think, did I do something wrong that I am suffering from COVID? അദ്ദേഹത്തെ കൗൺസിൽ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. I received the privilege to counsel that ഞാൻ minister. അദ്ദേഹത്തോട് പറഞ്ഞു ബ്രദറെ, I told him, brother, ദൗത്യം തീരാതെ ഒരു മുടി പോലും കൊഴിയത്തില്ല. until the responsibility is completed in this world, not a hair of yours will fall എന്നാൽ down. നീ ഒരു കഷ്ടത്തിലൂടെ പോയെങ്കിൽ ആ കഷ്ടത്തിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. If you are going through a trouble, remember Lord has a plan for you in that trouble. ലോകക്കാര് പോയാലത്തെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ദൈവദാസനായ നീ അതിലൂടെ പോയെങ്കിൽ അതിനകത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. If people of the world suffer that problem, I don't know what is the result, but you as a man of God, if you are facing the trouble, there will be a miracle over there. ലോകക്കാര് കോവിഡിനെ കാണുന്ന പോലെ താങ്കൾ കണ്ടാൽ താങ്കൾക്കും ലോകക്കാരുടെ ഫലമേ ഉണ്ടാകൂ. If you look at COVID as the people of this world look at it, then you will face the same outcome as the people of this world. അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ആയിരിക്കുന്നിടത്ത് താങ്കളെ കൊണ്ട് കർത്താവ് ശുശ്രൂഷ തയ്ക്കുന്നു. I told him that wherever you are right now, over there the Lord will work his ministry through അദ്ദേഹം you. പറഞ്ഞു തോമസ് കുട്ടി ബ്രദറെ എനിക്ക് ധൈര്യമായി. And he said, Thomas Kuti brother, right now I'm encouraged. ഞാൻ ഫോൺ വെച്ചു. I cut the call. അടുത്ത ഫോൺ എനിക്ക് കിട്ടി. And I received the next call. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയാ, His friend called me up. ഇദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ മരിച്ചുപോയി. പുള്ളിക്കാരത്തേക്ക് കോവിഡ് വന്ന് മാറിയതായിരുന്നു. This man of God's mother who had COVID and that was she recovered from COVID but she had passed away. എങ്ങനെ അദ്ദേഹത്തെ അറിയിക്കും? How will I inform him? ഒന്നാമത് അദ്ദേഹത്തിന് ഒരു ഭയം ആദ്യം ഉണ്ടായതാണ്. First of all, he's scared in his heart. അവരെന്നോട് ചോദിച്ചു ഞാൻ പറയാമോ?
And the friend asked me, can you inform them this നമുക്ക് news? പ്രാർത്ഥിക്കാൻ രാവിലെ പറഞ്ഞാൽ മതി. And I said, okay, in the morning I will share this. അപ്പൊ ഇദ്ദേഹത്തോട് എങ്ങനെ പറയുമെന്നും കൊണ്ടിരുന്നപ്പോൾ As I was thinking, how will I convey this news to this man of God? രാത്രിയിൽ ആരോ ഇദ്ദേഹത്തിന് അമ്മ മരിച്ചതിന് ഒരു കണ്ടോളൻസ് അനുശോചനം അയച്ചു. In the night, someone sent a message to this brother conveying condolences. പക്ഷെ സംഭവിച്ച കേൾക്കണം. But you want to hear what happened over there? തക്ക സമയത്ത് വചനം കേട്ട് ഈ മനുഷ്യൻ ആത്മാവിലായി. At the right time, as he received the word, this man of God became filled in the spirit. ഇന്ന് എല്ലാവരോടും പറഞ്ഞ ആത്മാവിലായിട്ട് ഇവിടുന്ന് പോകാൻ പറയാനാണ് എൻ്റെ സന്ദേശം. Today the message is be filled in the spirit and return to your home. ആത്മാവിലാക നമ്മൾ അന്യഭാഷയെ കുറിച്ചല്ല ഞാൻ പറയുന്നു. When I say be filled in the spirit does not mean speaking in tongues. അത് അന്യഭാഷ ഉണ്ട്. Speaking of tongues is a part of it. ആത്മാവിൽ അതേ കാര്യങ്ങളെ കാണുന്ന ഒരാളായിട്ട് മാറുക. But you should look at things or see things in the spirit. അപ്പൊ നിനക്ക് വേറൊന്നായിട്ട് അതിനെ കാണാം. At that time you will see a different picture of it. നിന്നെ മുക്കാൻ വന്ന തിരമാല നിന്നെ ഉയർത്തുന്നതായി നിന്നെ കാണാം. The wave which has come to push you down into the sea, on that wave itself you are going to ദൈവം rise തന്നെ up. സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. Those who are predestined, who love God, all for whom love God, no eye has ever seen, no ear has ever heard, no heart has ever perceived what God has prepared for them. എന്നാൽ നമുക്ക് പ്രതിസന്ധിക്കകത്ത് നന്മ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ആത്മാവ് കാണിച്ചു തരും. But for us, Holy Spirit is going to show and reveal to us that we have a testimony, a miracle in that trouble. രാവിലെ ഈ ബ്രദർ നമ്മുടെ ആ സഭയിലെ സീനിയർ ആയിട്ടുള്ള ബ്രദറിനെ വിളിച്ചിട്ട് പറയാണ്, In the morning, this brother called up the elder in that church. എന്നോട് പറയാൻ നിങ്ങൾ പേടിച്ചിരിക്കുകയല്ലേ? And he's telling to that elder, you are scared to inform me the news of my mother's death. വചനം എന്നെ ബലപ്പെടുത്തി. The word strengthened me. ഞാൻ ആത്മാവിലായി. I was filled in the spirit. എൻ്റെ അമ്മയെ ഞാൻ അവിടെ ചെന്ന് കാണും. I am going to meet my mother when I return home. ഞാൻ മരിക്കത്തില്ല. I won't die. നിങ്ങൾ അടക്കിക്കൂ. You all go ahead and bury my mother. എന്നെ യേശു ബലപ്പെടുത്തി. Jesus strengthened me. നിങ്ങൾക്ക് കേൾക്കണോ? കോവിഡ് വാർഡിന്റെ മൊത്തം ആത്മീയ ചാർജ് ഇങ്ങേരുടെ കൈ ദൈവം കൊടുത്തു. What happened is Lord gave the spiritual charge of the entire COVID ward where he was admitted. ഇദ്ദേഹം ദുരാത്മാക്കളെ അവിടെ കടന്ന് പുറത്താക്കി. And he drove out demons in that COVID ward of the ടെൻഷൻ hospital. ആകുന്നവരെ എല്ലാം ഡോക്ടറും നേഴ്സും പറയുന്നുണ്ട്, ആ ദേവദാസനെ പോയിക്കൊണ്ട് അദ്ദേഹം രണ്ട് വാക്ക് പറയുമ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്നു. All those who were tensed because of COVID, the doctors and nurses started telling, go to that man of God over there and his words will set you free. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കുക. Let us all clap and give a wonderful praise to the Lord. യോഹന്നാനെ നാട് കടത്തി. John was cast out of the place നാട് കടത്തപ്പെടുന്നവരുടെ സ്ഥലം. and he was put into exile. തനിക്ക് കഴിഞ്ഞ ആഴ്ച ആരാധന കൂടാമായിരുന്നു. In the last Sunday, John could not participate in the ചിലനെ ഈ worship. ദിവസങ്ങൾ വിളിച്ചുകൊണ്ട് ബ്രദറെ ഇപ്പൊ ആരാധനയും കൂടി ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലാന്ന് പറയാം. When I called a few people in these days, they started telling, brother, right now there is no worship and the trouble is also even greater. യോഹന്നാനും വിഷമത്തിലായി കാണും. John also might have been in the same trouble. കർത്തൃ ദിവസത്തിൽ, But on the day of the Lord, കർത്തൃ ദിവസത്തിൽ, on the day of the Lord, കർത്തൃ ദിവസത്തിൽ on the day of the Lord, ഞാൻ ആത്മാവിലായി. he was filled in the spirit. അതുകൊണ്ടാണ് യോഹന്നാൻ താനെ നാട് കടത്തപ്പെട്ടെന്ന വാക്കുപോലും അവിടെ എഴുതിയിട്ടില്ല. That is why it is not mentioned over there that John was put in exile. ഞാൻ ദൈവവചനത്തിനു വേണ്ടി ദ്വീപിലായിരുന്നു. Oh, he was put in the island for the word of God. മുഖത്ത് നോക്കി പറ, rename your problems in the spirit. Look at your neighbor and say, rename your problem in the spirit. നിന്റെ പ്രശ്നങ്ങൾക്ക് ആത്മാവിൽ കണ്ട് പുതിയൊരു പേര് വിളിക്കുക. Oh, look at your problems in the spirit and rename them. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. Let us worship the Lord. കാട്ടുപോത്തിന്റെ കൊമ്പിനെ കണ്ടുകൊണ്ട് ഇതാ എന്റെ വഴിയെന്ന് നീ പേര് മാറ്റി വിളിക്കണം. Looking at the horns of the bull, you should say that there is a way open for me. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെന്ന് കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. All those who have come out from such experiences say hallelujah to the നിന്നെ Lord. തകർക്കുമെന്ന് പറഞ്ഞത് തന്നെ നിന്നെ ഉയർത്തുന്നതായി മാറ്റിയില്ലേ കർത്താവ്. Oh, the place where you thought that you would be destroyed, in the same place the Lord lifted you up. പൗലൂസ് ജയിലിൽ നിന്ന് എഴുതിയ എല്ലാ ലേഖനങ്ങളിലും All the letters which Paul had written from the prison. ആ റോമൻ കൈസർ നശിച്ച കൈസറിനെ തടവിലിട്ടൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ല. Oh, that Roman Caesar, that evil man, he did not mention about Caesar in that manner anywhere. യേശു ക്രിസ്തുവിന്റെ ബദ്ധനായ പൗലൂസ് Oh, എഴുതുന്നു, I am a prisoner of Jesus Christ. I am not a prisoner of Caesar but I am a prisoner of Jesus Christ. Amen. ഒരു കൈസറിനും എന്റെ കയ്യെ ചങ്ങലയിടാൻ ഒക്കത്തില്ല. No Caesar can place his chains on my hands. മതി ഭർത്താവിനെ ദുഷിച്ചത്, മതി അമ്മയെ ദുഷിച്ചത്, മതി അമ്മായിയമ്മയെ ദുഷിച്ചത്, മതി മരുമോളെ ദുഷിച്ചത്, മതി സാഹചര്യത്തെ ദുഷിച്ചത്. ആത്മാവിലായി കണ്ടാൽ നിനക്ക് പുതിയതൊന്ന് കാണാൻ പറ്റും. Stop speaking bad about your husband, stop speaking bad about your wife, stop speaking bad about your family, about your problems. If you look at things in the spirit, you will see the goodness of the Lord. ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. On the Lord's day I was filled in the spirit. പിന്നെ നമ്മൾ അതിന്റെ 4-ാം അധ്യായം
1 വാക്യത്തിൽ വായിക്കുന്നത്. After that we read in chapter 4 verse 3. കിടക്കുന്നത് അസ്ഥിത്താഴ്വരയിലാണ്. He was lying in the valley over there. പ്രതിസന്ധികൾക്കകത്താണ്, മരണം മണക്കുന്ന സ്ഥലത്താണ്. Valley of bones where only death is seen. പക്ഷേ ആത്മാവിലായി കഴിഞ്ഞപ്പോൾ But as he was filled in the spirit. 4:1 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. And he saw a door standing open in heaven. ഹല്ലേലൂയ. Hallelujah. ഒരിക്കലും രക്ഷപ്പെടാത്ത സ്ഥലത്ത് ആ മനുഷ്യനെ നാട് കടത്തുന്നു. In a place where no one has escaped till now, he was put in such a place. പക്ഷേ ഇവിടെ ഇതാ ഏറ്റവും വലിയ വാതിൽ കാണുകയാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. But he sees a mighty door open over there. അതാണ് ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ. That is what is called as being filled in the spirit. കേവലം ഒരു തുള്ളിച്ചാട്ടം അല്ല, മറ്റാരും കാണാത്തത് നീ കാണും. Being filled in the spirit does not mean just jumping. You will see things which no eye has ever seen. എല്ലാരും ശപിച്ച സാധനത്തെ നീ അനുഗ്രഹമെന്ന് പറയും. The things which everyone curses, you will call it as a blessing. എല്ലാവരും നാശമെന്ന് പറയുന്നിടത്ത് നീ ജീവൻ എന്ന് പറയും. What everyone had called destruction, you will look at that place and എല്ലാവരും say it is life. ദുഷിക്കുന്നിടത്ത് നീ പറയും ജയം എന്ന് വിളിച്ചു പറയും. Where you are reviled and persecuted, you will say I am victorious. നീയാണ് നിന്റെ സാഹചര്യത്തെ മാറ്റുന്നത്. മുഖത്ത് നോക്കി പറ. You are going to turn your circumstances. ദൂരാഭാഷന്തർ എല്ലാവരും അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ച് Everyone speak in tongues right now. ദൈവം ജീവിതത്തെ അനുഗ്രഹമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. How many of you all desire your life to become a blessing? ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹം, തുടർന്നുള്ള ജീവിതത്തെ അനുഗ്രഹമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കയറ് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. If you desire that God should change your life into your blessing. ഇല്ല, ദൈവം ആക്കത്തില്ല. Sorry, God will not change your life into a ദൈവം blessing. ആത്മാവിനെ നിന്റെ അകത്ത് തന്നിരിക്കുന്നു. God has placed His Holy Spirit in നീ you. അത് കണ്ട് നിന്റെ വാ കൊണ്ട് പറഞ്ഞ് നീ അത് ആക്കിക്കോണം. You are going to see your life in the best way and you are going to change it into a blessing. ദൈവം നമുക്ക് സന്തോഷം തരുമെന്ന് ആരും കരുതണ്ട. Don't think that God will give joy into your ദൈവം heart. തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക. God has given Holy Spirit in our hearts. ഇപ്പൊ കിട്ടിയ ഭക്ഷണം ഇച്ചിരി മോശമാണല്ലോ, അതിലങ്ങ് സന്തോഷിക്കുക. Right now the food which you eat, it might not be that tasty, but give thanks to the നിന്നിലൂടെ Lord. ജീവജല നദികൾ ഒഴുകിയാണ് നിന്റെ വീട് ഏദൻ തോട്ടമാകുന്നത്. Oh, the rivers of living water, when they flow into your house will become the Eden of ഇതിലെ ആ God. ജീവജല നദികൾ ഒഴുകുന്നേ. How will the rivers of living water flow? നാശം പിടിച്ച വീട് എന്തിനിവിടെ അവരങ്ങനെ ഇവരിങ്ങനെ എന്ന് പറഞ്ഞാൽ നിന്റെ വീട് ശാപമായി If you കൊണ്ടിരിക്കും. say this house is good for nothing, they are like this, these people are like that, your house will really become good for nothing. ദാഹിക്കുന്നവൻ വരട്ടെ, ഈ ജലം കുടിക്കട്ടെ. But all those who are thirsty, let them come and let നിന്റെ them drink ഉള്ളിൽ of this നിന്ന് water. നദികൾ ഒഴുകും. എന്തിന്? Rivers of living water will flow. എന്തിന്? For what? എന്തിന്? For what purpose? ഏദൻ തോട്ടം ഉണ്ടാകാൻ. Oh, to create the garden of Eden in ഏദനിൽ that 4 place. നദികൾ ഒഴുകിയത് കൊണ്ടാണ് അവിടെ തോട്ടമായത്. In Eden, because 4 rivers were flowing over there, it was called the garden of Eden. ഇവിടുന്ന് അത് ഒഴുകുന്നേ. How is it അതാണ് going to flow? അന്യഭാഷ പറഞ്ഞ പോലെ നല്ല വചനങ്ങൾ വീട്ടിൽ പറയണം. Not only speaking in tongues, but you should speak the word of God. എല്ലാവരും എന്ന് കേട്ടാ പോരാ, അത് വിശ്വസിക്കണം, പറയണം. അത് തന്നെ കർത്താവ് ചെയ്തെടുക്കും. You should not only hear the message of enlargement, you should say that I will see the enlargement in my life. അവിടെ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. And he saw a mighty door open in ജയിലിൽ heaven. കിടക്കുന്ന പൗലോസിനോട് നിങ്ങൾ ചോദിച്ചാൽ എവിടാ കിടക്കുന്നേ? If you ask Paul, who is in jail, where are you lying down right now? നാറുന്ന തടവറയിലാന്ന് അദ്ദേഹം പറയത്തില്ല. He won't say this is a stinking prison over here. ഞങ്ങൾ ആരാധിച്ചതിനെ സ്വർഗമാക്കി. Oh, we worshipped and we changed the jail into heaven. നിങ്ങളാണ് അതിനെ ശരിയാക്കാൻ പോകുന്നത്. You are going to correct that നിന്റെ place. നാവിലാണ് അത്ഭുതം ഇരിക്കുന്നത്. On your tongue there is a ആ blessing. നാട് കടത്തപ്പെട്ട സ്ഥലത്ത് ഇരിക്കുന്ന യോഹന്നാനോട് ചോദിച്ചു, നിങ്ങൾ എവിടാ കിടക്കുന്നതെന്ന് If you ask John, who's been cast out from his place, John, where are you right now? ഓ, നശിച്ച ഒരു ദ്വീപിലാന്ന് പറയത്തില്ല. Oh, I am in a castaway throne. സ്വർഗത്തിലാണെന്ന് പറയും. He says that I am in heaven right അതാണ് now. 84 സങ്കീർത്തനക്കാരൻ പറയാണ്. That is what is written in Psalms ബലം 84. നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. Oh, the Lord whose strength is in you. Blessed be the ദൈവസന്നിധിയിൽ man. വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed be the man who dwells in the presence of the Lord. സിയോനിലേക്കുള്ള പേരുവഴികൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. The way to Zion lies in his heart. പേരുവഴികൾ, highways to Zion. The highways to Zion lies in his heart. അവരുടെ ഹൃദയം വിശാലമായിരിക്കും. And their heart will be enlarged. അടുത്ത വാക്യം പറയാണ്, കണ്ണുനീർ താഴ്വരയിൽ കൂടെ പോയാലും. The next verse says in this manner that even though they go through the valley of tears, അവരതിനെ ജലാശയമാക്കി they മാറ്റും. will turn it into a spring. നീയാ മാറ്റുന്നത്. You are going to turn it. കണ്ണുനീർ താഴ്വരയെ In the valley of ഒരു tears, ലേക്ക് ആക്കിയിട്ട് you will turn it into a lake. അതിന്റെ സൈഡിൽ എസ്റ്റേറ്റ് നട്ടു വളർത്തി നീ അനുഭവം പ്രാപിച്ചോ. On the side of that lake, you're going to have an estate and you're going to experience the അതിനകത്ത് നിന്ന് blessing. മീൻ പിടിച്ചോണം, ചേർന്ന് കർത്താവിനെ And you're സ്തുതിക്കാം. going to fish in that lake itself. പ്രതിസന്ധിയെ ശപിക്കാതെ. Don't curse the troubles you're in right now. ആത്മാവിൽ നമുക്കൊരു പുതുശക്തിയോടെ കയറാം. Oh, look at it filled in the Holy ഈ Spirit. മാസ്കിന്റെ കാലമായിരിക്കും ഏറ്റവും നല്ല കാലം.
this times of during wearing the mask is the best times in our എനിക്ക് life. അങ്ങനെ ആയിരിക്കും. I am going to see it that നിങ്ങളുടെ way. കാര്യം നിങ്ങൾക്ക് പറയാം. You should decide your life. എത്ര പേര് പറയും ഇത് എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട How many of you all കാലമാണ്? say this is the blessed time of my life? അവർക്ക് ചാടി എഴുന്നേറ്റ് They നിൽക്കാം. can jump out onto their feet. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. Oh, let everyone praise എല്ലാവരും the Lord. ആത്മാവിലായാട്ടെ. Let all filled in the spirit. I was in the spirit on the Lord's day. Amen. ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിവശനായി. On the Lord's day I was filled in the spirit. ഓ എനിക്ക് കാഴ്ചകൾ മാറാൻ തുടങ്ങി. Oh, my visions are going to ഞാൻ change. എല്ലാം പേര് മാറ്റി എഴുതാൻ I തുടങ്ങി. am going to rename my problems. ഞാൻ എന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കും. I am going to make my life a blessing. എത്ര പേര് പറയും ഞാൻ എന്റെ ജീവിതത്തെ How many of അനുഗ്രഹമാക്കും? you all say I am going to make my life a blessing? പരിശുദ്ധാത്മാവിനോട് ചേർന്ന് With the Holy Spirit, വചനത്തോട് ചേർന്ന് with the word of God, ഏത് പ്രതിസന്ധിയെ ഞാൻ മാറ്റിയെടുക്കും. I am going to change every trouble in my life. നിന്റെ വീട് നിന്നിലൂടെ മാറാൻ പോവാണ്. Your house is going to change എല്ലാവരും through കാര്യം you. അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച് Everyone clap your hands and praise the കേൾക്കുന്ന Lord. എല്ലാവരും ലോകമെങ്ങും കേട്ടോണ്ടിരിക്കുന്നു. All those who are watching us all over the world, മതി ശപിച്ചത്. stop cursing your life. മതി മറ്റുള്ളവരെ ശപിച്ചത്. Stop blaming others. മതി പരാജയം പറഞ്ഞത്. Stop speaking about മതി defeat. ഇന്നലകളിലെ പരാജയം പറഞ്ഞത്. Stop speaking about yesterday. മതി ആരും എന്നെ സഹായിക്കാനില്ലെന്ന് പറഞ്ഞത്. Stop telling about your helplessness. എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. For there is none to put me down into എനിക്ക് the water. കഴിവില്ല. ഇല്ല 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 മതിയില്ല. I am not able. I am not good for anything. I am not good for all these reasons. Stop telling nothing. in your life. യേശുവിന് ATM കാർഡ് കൊടുത്തില്ല, ഡെബിറ്റ് കാർഡ് കൊടുത്തില്ല, ക്രെഡിറ്റ് കാർഡ് കൊടുത്തില്ല. Jesus did not give a debit card or ATM card or any യേശു credit ആകെ card. കൊടുത്ത ഒരു വാക്കാണ്. Jesus gave a word. നിനക്ക് മനസ്സുണ്ടോ? Are you willing? നിന്റെ മനസ്സ് പ്രിപ്പയർഡ് ആണോ? Is your mind prepared right ഇതാ now? വാക്ക്, അതേ പിടിച്ചെഴുന്നേറ്റു. Here is the word. Take the word and come out. നീ എഴുന്നേക്ക്. You rise ഞാൻ up. നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ല. I am not going to make നീ you മുമ്പോട്ട് stand. പോ. You move നീ forward. ആ ബിസിനസ് ആരംഭിക്ക്. You start the നീ business. സ്റ്റെപ്പ് എടുത്തു വയ്യ്. You put a നീ step പഠിക്കാൻ forward. തുടങ്ങ്. You study hard. നീ മുമ്പോട്ട് പോ. You move നീ ആ forward. ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊട്. You put an application for നീ a ആ job. കോഴ്സിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വയ്യ്. You put a step for the course. നീ ആ കുടുംബജീവിതത്തിന്റെ കാര്യം ചെയ്യ്. Or you go and step and put നിന്റെ a new way. സ്റ്റെപ്പിൽ നിന്റെ സ്റ്റെപ്പിന് മുമ്പിൽ ചെങ്കടൽ മാറിപ്പോവും. When you step forward, the Red Sea will be divided into two വിശ്വസിക്കുന്ന halves. മക്കളൊന്ന് കാരം അടിച്ച വായ് തുറന്ന് സ്തുതിക്കാം. All those who believe, clap your hands and worship the Lord. വിശ്വാസം കത്തി പടരട്ടെ. വലിയ വിഷൻ ഉണ്ടാകട്ടെ. I command the Holy Spirit power. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. Let the power of the Holy Spirit flow and may you have a great vision. വിഷൻ ഉണ്ടാകട്ടെ. Oh, you have a great vision right now. അപ്പുറം കാണട്ടെ. To see the beyond. Enlarge ചെയ്യട്ടെ. Have an enlarged vision. Enlarge. Enlarge. അത് കാണട്ടെ. See that right now. മനസ്സിലാണ് വഴി. In your mind there is a way. ഹൃദയത്തിലാണ് വഴി. In your heart there is a way. ഹൃദയത്തിലാണ് വഴി. In your heart there is a way. ഓരാ ബാബാ രംബാ ബാബാ രംബാ രക്കാര പാരാംബാ രംബാ രക്താ രാജാദ വർദാരച്ച സംദാരക്ക രൗഡാര വർദാരച്ച ദീകാ ബാബാ ശംബാ ബാബാ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ Lift up both your hands and sing the Lord. Praise the Lord. Praise the Lord. ആത്മാവിലാകുന്ന ദൈവസന്നിധിയിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ ഉള്ളിൽ പെരുവഴികളുണ്ടെന്നാണ്. Those who are filled in the Spirit, those who dwell in the presence of the Lord, they have a highway in their heart. സങ്കീർത്തനം 84:4-5 വീട്ടിൽ പോയി വായിച്ച Psalms 84, 4th and 5th verse. Read it aloud. ചെല്ലു പറഞ്ഞു എനിക്ക് ഒരു വഴിയും കാണുന്നില്ലെന്ന്. ഇവിടാണ് വഴി. The way is in your heart. തൊട്ടെ 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 ഇവിടാണ് വഴി. Touch the place and say the way is in my heart. വെറും വഴിയല്ല. It's not a small way over there. പെരുവഴികൾ. It is a highway lying over there. കര ഉയർത്തി നന്ദി പറഞ്ഞു. Oh, lift up your hands and give thanks to the എല്ലാം പറഞ്ഞ Lord. കർത്താവേ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് കൂടുതൽ എനിക്ക് തരണേ. And say, Lord, give me the revelation of Holy Spirit. വെളിപ്പാടിന്റെ ആത്മാവിനെ തരണേ. Oh, that spirit of revelation. നമുക്ക് നമ്മുടെ തന്നെ തലയിലൊന്ന് കൈവെക്കാം. Oh, let us all place our hand on our head പറഞ്ഞേ യേശുവേ and say, Jesus. ആ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട്. Oh, that Holy Spirit revelation, oh Lord. ആത്മാവിലായി കാര്യങ്ങളെ കാണുന്ന ഒരു കണ്ണ്. Oh Lord, give me the eye to see things in the Spirit. പ്രതിസന്ധികളും വിശാല കാണുവാൻ. Oh, to enlarge, to see the enlargement in my troubles.
എന്നെ സഹായിക്കണം. Help me, Holy Spirit. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ആമേൻ. Amen. ഹല്ലേലൂയ നോർക്കെന്ന് പറഞ്ഞേ. All those are joyful. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായ. തുള്ളിച്ചാടി ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ. ചാടിക്ക. പ്രൈസ് ദി ലോർഡ്. കോവിഡിന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാത്തിന്റെ വെയിറ്റ് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. Everyone had good food at your home and your weight has increased because of COVID. എങ്ങും പോകത്തുമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും തുള്ളിച്ചാടി ഒന്ന് സ്തുതിച്ചേ. Let's all jump and rejoice in ഓ the Lord. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ഭാരം കൂടിയിട്ടില്ല. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ 25 കിലോ എല്ലാവരുടെയും കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തുള്ളിച്ചാടിക്കേ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, കരങ്ങളൊന്ന് ഉയർത്തി യേശുവിനെ ആരാധിക്കും. ഓ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായ കരമടിച്ച്. അർബാരാജാദി കമാബാരം ബാരാതാരം ബാരാത സംഗാരം ജാരം ബാരം ധോരി കാരാജാദിയാന അർബാരെ കാരം ബാരം സർദാരെ കാരം ബാരം ദൂരാരാജാദി ബാരം ദൂരാരെ ക്ഷസംബാബ ഓരി വീര വിശാന്തരേ.